ഇവിടെ ഇപ്പൊ വയ്യാണ്ടായപ്പോ ഈ കായലൊക്കെ മിസ് ചെയ്യണ്ടാവും അല്ലേ ശരിക്കും? അല്ലെങ്കിൽ നേരത്തെ കായലിലവിടെ പോയിരിക്കുന്നില്ല. കായലിലവിടെ പോയിരിക്കില്ല. ഏയ് എപ്പോഴും കാണുന്നോണ്ട് വലിയ ഇതില്ല അല്ലേ? പള്ളിയിരിക്കില്ല. നമ്മള് തറവാട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടാ. ഇപ്പൊ ഇവിടെ ആരൊക്കെയുള്ള? ഈ വീട്ടിൽ ആരൊക്കെയുള്ള? കൊച്ചുണ്ട് അല്ലേ? ഈ ഫുഡ് ക്വാണ്ടിറ്റി കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിശപ്പൊക്കെ മാറാനായിട്ട് എങ്ങനെ വെള്ളം കുടിക്കും അല്ലേ? ചോറ് തിന്നാൻ പറ്റില്ല, കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒന്നും ചിലപ്പോ ആരെങ്കിലും മുന്തിരി എന്തെങ്കിലും മേടിച്ചൊക്കെ തരൂ. കയ്യിന്റെ ഇവിടെ എന്നോട് വന്നപ്പോ പറഞ്ഞായിരുന്നു മൊബൈൽ ഫോൺ പിടിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല, ബലം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്തായിരുന്നു പറ്റിയ? ഇത് തൊലിയെടുത്ത് നാക്കി വെച്ച്, നാക്ക് കഴിച്ചു കളഞ്ഞിട്ട് ഇവിടുന്ന് തൊലിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ അന്നപ്പോ രേഷ്മ ഉണ്ടായിരുന്നോ കൂടെ? രേഷ്മ അല്ല, വേറൊരു പെങ്കൊച്ചായിരുന്നു. അത് കഴിഞ്ഞാൽ രേഷ്മ വന്നത്. അപ്പൊ പുറത്തേക്കൊക്കെ പോണം എന്നൊക്കെ തോന്നുമ്പോ എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും മേടിച്ചോണ്ട് തരാനുണ്ടോ? അനിയൻ മേടിച്ചോണ്ട് തരുമോ? അവളെ മരുന്നെല്ലാം മേടിച്ചോണ്ടെന്നു. അന്നത്തെ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇതൊക്കെ ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? ഏറ്റവും ഇഷ്ടം ഏതായിരുന്നു? ഫസ്റ്റ് ചെയ്ത മൂവിയാണോ അതോ അടുത്ത് ചെയ്തതാണോ? കള്ളംപവിത്രം തന്നെയാണ് ഓർമ്മ. കല്യാണരാമന്റെ ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? 2 ദിവസം അതിന്റെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സീനിലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ വന്നപ്പോ പറഞ്ഞില്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ നിക്കുന്നത് അതെന്തായിരുന്നു? അത് ഒരു പീസ് വെള്ളത്തിൽ പോയതാന്ന് പറഞ്ഞിട്ടല്ലേ? എത്ര പ്രാവശ്യം വീണ്? 5-6 പ്രാവശ്യം വീണ്. ശരിയാവാഞ്ഞിട്ട് പിന്നെ ഡ്രസ് മാറിയിട്ട് പിന്നെയും വരും. പിന്നെ തേങ്ങ ശരിക്കുള്ള തേങ്ങ ഇല്ല, ഇതാണ് ആർട്ടിന്റെ ആൾക്കാർ ഉണ്ടാക്കുന്ന തേങ്ങയാണ്. അപ്പൊ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ആ സീന്? സലിംകുമാറേട്ടന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ? അറിയാൻ പാടില്ല അല്ലേ? ഓർമ്മയുണ്ടല്ലേ? നല്ല ഓർമ്മയുണ്ട്. അവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യൂ. അപ്പൊ ഇങ്ങനെ വാർത്തയിൽ വീഴണോന്ന് അറിയാൻ പാടില്ല. അത് ശരിക്കും നമ്മൾ എറിയുമ്പോ വീഴണം. ഇത് അമ്മി വെച്ചല്ലേ വീഴണത്. അങ്ങനെ അത് ചെയ്തായിരുന്നു. നല്ല രസാ പോയേ എന്ന് പറയണതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അതൊക്കെ സലിംകുമാറിന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടുണ്ടോ അമ്മയുടെ എന്തെങ്കിലും മീറ്റിംഗ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോ? ഇപ്പൊ 1 വർഷത്തിന് മുമ്പ് സലിംകുമാർ എന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ച്. അവരുടെ വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പൊ വീട്ടിൽ പോയായിരുന്നു. 1 ദിവസത്തെ അവർക്ക് ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. പിന്നീട് അങ്ങോട്ട് ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞില്ലേ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ എന്നുള്ളത്. അപ്പോ അതിനുശേഷം ഇങ്ങനെ പുതിയ ആൾക്കാരൊക്കെ വരുമ്പോ പഴയ ആൾക്കാരെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നു എന്ന് തോന്നണുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും സ്നേഹമാണ് തമ്മി. അല്ലാതെ പഴയതാണ് പുതിയതാണെന്നൊന്നും ഇല്ല. സലയു എല്ലാരും നല്ല സ്നേഹമാണ്. ഉണ്ടായിട്ടില്ല. ഇപ്പൊ പണ്ടൊക്കെ നേരത്തെയൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴേക്കും പൈസ തരാതിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അത്? പറഞ്ഞ് പൈസ മേടിക്കാനായിട്ട് നമ്മ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവരിന്ന് കുറച്ചു നേരം കരയും, തിരിച്ചു പോരും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പൈസ തരൂല. പിന്നെ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സ്കൂളിൽ ഒരു പ്രാവശ്യം ഒരു നാടകത്തിന് ചെയ്തായിരുന്നു. അല്ലാതെ നാടകം കാണാൻ പോകാനാ. ഇവിടുന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെ സിനിമ ഫീൽഡിലോട്ട് വന്നത് എങ്ങനെയാ? എൻ്റെ അങ്കിൾ വഴിയായി. എം ഗോവിന്ദൻകുട്ടി. അപ്പൊ അങ്കിള് വഴിയാ വന്നത് അല്ലേ? നമ്മുടെ തലയെഴുത്ത് ഈ വെള്ളത്തിനകത്ത് ഞാൻ സിനിമയിൽ പോയി അഭിനയിക്കല്ല. നായികയായിട്ടൊക്കെ അഭിനയിച്ചപ്പോഴേക്കും വീട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വരൂല ഷൂട്ടിങ്ങിന്. ആണോ? അപ്പൊ അവര് ഡയറക്ടർ മണി മരിച്ചുപോയില്ലേ, ആ മണി സാറ് പറഞ്ഞായിരുന്നു സിനിമയാണ് സൂക്ഷിച്ചു കണ്ടു നോക്കണം, നമ്മൾ നല്ല വേഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്ന് പോകാൻ പറ്റൂലല്ലോ. അപ്പൊ
പത്മനാഭ സാറ് നല്ല ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പൊ അങ്കിള് കാരണമാണ് വന്നത്. അപ്പൊ വീട്ടുകാർക്ക് അപ്പം വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ലായിരുന്നു. എൻ്റെ ഒരു അങ്കിള് വഴിയായിട്ടാണ് ഗോവിന്ദൻകുട്ടി എങ്ങനെ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ സ്കൂളിൽ ഡാൻസ് ഒക്കെ കളിക്കും. അപ്പൊ ഞങ്ങള് കുറച്ച് ഡാൻസ് കളിക്കണമെന്ന് സിനിമ കേട്ടോന്നും പറഞ്ഞാണ് സിനിമയിൽ പോയത്. മാമാങ്കം അതിലാണ് അഭിനയിച്ചത് ഗോവിന്ദൻകുട്ടി പറഞ്ഞു. പിന്നെ 36-ാം വയസ്സിൽ കല്യാണം കഴിച്ചു അല്ലേ? കല്യാണം കഴിച്ചല്ല ഇറങ്ങിപ്പോയതാ. ആണോ? പറഞ്ഞ പ്രേമവിവാഹമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ പോച്ചി മതിയേ, നമുക്ക് എപ്പോഴും വർക്കുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങള് പോയതാ. എങ്ങനെയാ ആളെ കണ്ട് ഇഷ്ടപ്പെട്ട? സാബു ചേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാ? അത് ഏതിലും വലിയ കുഴി പോയി ചാടി. എനിക്ക് 30 സെന്റ് സ്ഥലം വീണ് തന്നതാ. അതുകൊണ്ട് പറയാൻ വെച്ച് അത് പോയില്ലേ? ആ ദേഷ്യം ഇരിക്കുന്നുണ്ട് എന്നോട്. അതുകൊണ്ടാണോ അങ്ങനെ ഒരു ദേഷ്യം ഇപ്പോഴും ഉള്ളിൽ കിടക്കണോണ്ടാണോ ഇപ്പൊ നോക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ കാണിച്ചിരുന്നത്? അവൻ പൊന്നുപോലെ ഇപ്പൊ നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അപ്പാപ്പ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെയായിരുന്നു ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെ? അത് ഭയങ്കര കുളിയായിരുന്നു. അത് അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. അതുപോലെയാണ് കുളിച്ച്. പിന്നെ 1/2 കിലോട്ട് സാർന്നു പോയ ചിക്കൻ ബോക്സ് വന്നിട്ടല്ലേ? അതെ. കുറെ ആളായിട്ട് കഷ്ടപ്പെട്ടു. എന്നാലും വീട്ടിലും നല്ലതാണെന്ന് വിചാരിച്ച് അവിടെ നിന്ന്. അപ്പോ അതിനുശേഷം ആള് മരിച്ചതിന് ശേഷം ആണ് ഒരു ഒറ്റപ്പെടല് ആ ഒരു ഫീൽ ചെയ്തത്. അന്നേരം ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ലേ? നമുക്കൊരു കൂട്ടൊരാളുണ്ടായോ. അയാളെ കൊണ്ട് നമുക്ക് പൈസ ആയിട്ട് നമുക്കൊരു ഉപകാരമൊന്നുമില്ല. അപ്പൊ ഒരാള് കൂടെ അഭിനയിച്ച് പോയി കഴിഞ്ഞ് വരുമ്പോ കാശ് മൊത്തം മേടിച്ചെടുക്കുമല്ലോ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കൂടെ ഒരാളുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യമാണ് അല്ലേ? ഇപ്പൊ കുട്ടികളെ പോലെ സ്നേഹിക്കാനായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നത്? ഒരു എന്താ പറയാ, അനിയന്മാരുടെ മക്കളും അവരൊക്കെ ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ സ്നേഹമാണ്. അധികം മക്കളില്ല. ഒരാള് 3 ആങ്ങളമാർക്കും കൂടി 3 പിള്ളേരാ ഉള്ളെ. പിന്നെ പെമ്മക്കൊക്കെ ഈടിച്ച പിള്ളേര്. അതൊക്കെ വല്ലപ്പോഴേ വരുള്ളൂ. അങ്ങനെയാ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഇളയ അനിയൻ മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാരും ആരെങ്കിലും ഒക്കെ വിളിക്കാറൊക്കെ ഉണ്ടോ? ആങ്ങളമാരോ? 3 ആങ്ങളമാര് ഇവിടെ തന്നെയുണ്ട്. ഈ വീട്ടിൽ തന്നെ? അതോ എന്താണെന്ന് അവർക്ക് 3 പേർക്കും കായല് വേണം. കായലരികിൽ. അപ്പൊ ഞാൻ തന്നെയാണ് എല്ലാം വിരിച്ചു കൊടുത്തത്. അപ്പൊ അങ്ങനെ വഴക്കൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു. വഴക്കൊന്നും ഇല്ലാണ്ട് ഇപ്പോഴും അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? സുരേഷ് ഗോപി സാറൊക്കെ വന്ന് സംസാരിച്ചു. എങ്ങനെയാ അവര് എന്താ പറഞ്ഞത്? എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എല്ലാരും കൂടി ഇരിക്കുമ്പോ അവര് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. മമ്മൂട്ടി എല്ലാരിലും വന്നിരുന്ന് കസേരമേ അത് തിരിഞ്ഞു നോക്കിയപ്പോ ഇത് കണ്ടപ്പോ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു. നമ്മള് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ. അപ്പൊ ആളെന്താ പറഞ്ഞേ? അങ്ങനെ അവിടെ ഒന്നും പറയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും വർത്താനായി പോകും. അതാണ് അവര് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. പേഴ്സണലായിട്ട് ആരെങ്കിലും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആരെയും അങ്ങോട്ടും വിളിച്ചിട്ടില്ല. ജയം വിളിക്കുമായിരുന്നു. ചേർത്തല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഇതും വിളിക്കുമായിരുന്നു, ബാബുരാജ്. മരുന്നിന്റെ കാര്യമോ അങ്ങനെയൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ അവര് റെഡിയാക്കും അല്ലേ? വേഗം റെഡിയാക്കും. അടുത്ത മാസം തൊട്ട്. അന്ന് കൂടെ അഭിനയിച്ചിരുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ല, ഞാൻ പൊതുവെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. അവിടെ നിന്ന് കൂട്ടുകെട്ടുകൾ കുറവാണോ? സിനിമാ ഫീൽഡിൽ കുറവാണ്. ബഹളം വെച്ച് ഓടി നടക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ അമ്മ വിളിക്കാൻ വന്നല്ലേ, എവിടെയെങ്കിലും സ്ഥലത്തിരിക്കും. അത് വിളിക്കുമ്പോ പോയി അഭിനയിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് പൊക്കോട്ടെ. സന്തോഷം. ഇപ്പൊ കൊറേ നാളായില്ലേ ക്യാമറയൊക്കെ ഫേസ് ചെയ്തിട്ട്? അതെ. എത്രയോ വർഷമായി. ഇപ്പൊ അവിടെ ചെന്നാലും അമ്മയുടെ ഷൂട്ടിങ്ങിന് ചെന്നാലും അങ്ങനെ ക്യാമറ ഒഴിവ് സമയത്ത് മാത്രം ക്യാമറ വന്ന്. അതെല്ലാരും കൂടി ഉള്ളതല്ലേ. സ്പെഷ്യലായിട്ടും അങ്ങനെ ഒന്നും ചെയ്യൂലല്ലോ. നമ്മള് സ്പെഷ്യലായിട്ട് ഒന്നും എടുത്തില്ലേ? സന്തോഷായില്ലേ? ശരിക്കും കുട്ടികളുടെ സ്വഭാവന്നാ പറഞ്ഞേ അല്ലേ? കുട്ടിക്ക് സന്തോഷായോ?
സന്തോഷായില്ലേ? ഇപ്പൊ ഇനി വിഷമങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. ഇടക്കാണെങ്കിലും നമ്മളെല്ലാരും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും ഉണ്ടാവും. ആരെങ്കിലും ഒരാളൊക്കെ, ആരെങ്കിലും 2-3 പേരാണെങ്കിലും വിളിച്ചാലും അത്രയും സന്തോഷല്ലേ, ഫോണിൽ വിളിച്ചാലും ഒക്കെ. ഇപ്പൊ ഇപ്പാണെങ്കിലും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല. വീട്ടുകാരാണെങ്കിലും എല്ലാരും നല്ല രീതിക്കൊക്കെ നോക്കുന്നുണ്ട്. ആ ഒരു സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് പോട്ടെ. പിന്നെ ഇതിന്റെ കാര്യമാണുള്ളത്, ഫിനാൻഷ്യലി നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ട്. സേവിങ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഒന്നുമില്ല. അപ്പൊ അതിനുള്ള ഒരു വക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒന്ന് എന്താ പറയാ, അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചേച്ചിക്ക്, നമുക്ക് ബീന ചേച്ചിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ ചേച്ചിക്ക് സങ്കടങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, ഒറ്റപ്പെടൽ ഉണ്ട് എന്നൊന്നും വിചാരിക്കണ്ട. ഓക്കെ.